മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ സംസ്കാരത്തിൽ പങ്കെടുത്ത വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മന്ത്രിയുടെ ധാക്ക സന്ദർശനം ഇന്ത്യ ബംഗ്ലാദേശ് ഉഭയകക്ഷി ബന്ധത്തിൽ പുതിയൊരു അധ്യായം തുറക്കുമെന്ന് ഇന്ത്യയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണർ റിയാസ് ഹമീദുള്ള പറഞ്ഞു. ഖാലിദ സിയയുടെ മരണത്തിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണവും 1 ദിവസത്തെ പൊതു അവധിയും പ്രഖ്യാപിച്ച് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് രംഗത്ത് വന്നു. അജയ് വിവരങ്ങളുമായി ചേരുകയാണ്. അജയ്, ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം കഴിഞ്ഞ കുറേ നാളുകളായി അത്ര സുഖകരമല്ല. കാരണം അവിടെ ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് നേരെ ഉണ്ടായിരുന്ന അതിക്രമമൊക്കെ പലപ്പോഴും ഇന്ത്യ ശ്രദ്ധയിൽപ്പെടുത്താറുണ്ട്. അതിന് പരിഹാരമുണ്ടാകാറില്ല. ഇപ്പോൾ ജയശങ്കറിൻ്റെ സന്ദർശനം എന്തെങ്കിലും മാറ്റം ഈ ഒരു സാഹചര്യത്തിന് സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കമാണ് എസ് ജയശങ്കറിൻ്റെ ഈ സന്ദർശനം എന്നതുകൊണ്ട് നമുക്ക് എടുത്തു സൂചിപ്പിക്കണം. കാര്യം ഇപ്പോൾ അടുത്തിടെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ കടുത്ത ഇന്ത്യ വിരുദ്ധതയും ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും ബംഗ്ലാദേശിൽ കൊടുമ്പിരി കൊണ്ടിരുന്നു. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ഇത്തരം കാര്യങ്ങൾ, ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളും അതെല്ലാം നടന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു നേതൃത്വത്തിലായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണ് ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ഒരു വളരെ വെറുപ്പ് നിറഞ്ഞ പ്രസ്താവനകൾ പുറത്തിറക്കി വിട്ടത് ഇവരുടെ ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ എസ് ജയശങ്കറിൻ്റെ BNPയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച, BNPയുടെ ആക്ടിംഗ് ചെയർമാനായിട്ടുള്ള താരിഖ് റഹ്മാനുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ച നിർണായകമാകുന്നത്. കാര്യം BNP വർഷങ്ങളായി തുടരുന്ന അവരുടെ ജമാഅത്തെ ഇസ്ലാമി സഖ്യം ഉപേക്ഷിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ സ്വതന്ത്രമായിട്ടാണ് നേരിടുന്നത്. മാത്രമല്ല BNPയുടെ നേതാവായിട്ടുള്ള താരിഖ് റഹ്മാൻ, അദ്ദേഹം 17 വർഷങ്ങൾക്ക് ശേഷം UK-യിൽ നിന്ന് ബംഗ്ലാദേശിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾക്ക് ന്യൂഡൽഹിയുടെ സഹായം വേണ്ട, പാകിസ്ഥാൻ്റെ സഹായം വേണ്ട, ഞങ്ങൾ സ്വന്തമായി തന്നെ നിലനിൽക്കും എന്നൊരു പ്രസ്താവന അദ്ദേഹം പൊതുവേദിയിൽ വെച്ച് നടത്തിയിരുന്നു. അതായത് BNPയുടെ ഒരു രാഷ്ട്രീയ നിലപാടെന്ന് പറയുന്നത് ഇനി മുതൽ ഇന്ത്യയും പാകിസ്ഥാനെയും ആരെയും തന്നെ ആശ്രയിക്കാതെ സ്വതന്ത്രമായിട്ട് നീങ്ങുക എന്നുള്ളതാണ് അവരുടെ നയമെന്ന് ഇതിലൂടെ വ്യക്തമാണ്. മുൻപ് ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യം ഉണ്ടായിരുന്ന സമയത്ത് കടുത്ത ഇന്ത്യ വിരുദ്ധത അത് BNP നേതാക്കളും പരസ്യമായി തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ന്യൂനപക്ഷങ്ങളെ കൂടി ചേർത്ത് നിർത്തുന്ന ഒരു നിലപാടാണ് താരിഖ് റഹ്മാൻ തൻ്റെ ആദ്യ പൊതുവേദിയിൽ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ സാഹചര്യം മുതലാക്കി ഇന്ത്യയുമായി ഒരു താരിഖ് റഹ്മാനുമായിട്ടൊരു സൗഹൃദം പുലർത്തിക്കൊണ്ട് അവിടെയുള്ള ഇന്ത്യ വിരുദ്ധതയും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കും ഒരു അറുതി വരുത്തുക, അതാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ എസ് ജയശങ്കറിൻ്റെ ബംഗ്ലാദേശ് സന്ദർശനത്തിൽ അദ്ദേഹം കണ്ട വ്യക്തികളെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിർണായകം തന്നെയാണ്. ഒന്ന് BNPയുടെ ആക്ടിംഗ് ചെയർമാനും അതുപോലെ തന്നെ ഖാലിദ സിയയുടെ മകനുമായിട്ടുള്ള താരിഖ് റഹ്മാനെ കണ്ടതാണ്. അതുമാത്രമല്ല അദ്ദേഹം ഇപ്പോൾ അവിടെയുള്ള ഇടക്കാല സർക്കാരിലെ ചില നേതാക്കളെയും അദ്ദേഹം കണ്ടിരുന്നു. ഇടക്കാല സർക്കാരിൻ്റെ നിയമ ഉപദേഷ്ടാവായിട്ടുള്ള ആസിഫ് നസ്രുലിനെ എസ് ജയശങ്കർ കണ്ടു. അതുമാത്രമല്ല ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാനുമായിട്ടും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തി. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇടക്കാല സർക്കാരിന് നേതൃത്വം വഹിക്കുന്ന മുഹമ്മദ് യൂനിസിനെ എസ് ജയശങ്കർ കണ്ടില്ല എന്നുള്ളതാണ്. അതായത് ഇനി ഫെബ്രുവരി 12 നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം ബംഗ്ലാദേശിൽ ആരൊക്കെയായിരിക്കും പ്രധാനമായിട്ടും രാഷ്ട്രീയ ചരടുവലികൾ, രാഷ്ട്രീയ നീക്കങ്ങൾ നടത്താൻ പോകുന്നത്, ആ നേതാക്കളുമായി മാത്രമാണ് എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. ഇതിലൂടെ അടുത്ത അധികാരത്തിലേറാൻ പോകുന്ന പാർട്ടിയുമായി ഒരു നല്ല ബന്ധം പുലർത്തുക, ഇതാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാന ലക്ഷ്യം. ഇനി അടുത്ത തെരഞ്ഞെടുപ്പിൽ BNP അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടാൻ പോകുന്നത് തീർച്ചയായിട്ടും താരിഖ് റഹ്മാനെ തന്നെയാകും. അപ്പോൾ ഈ സാഹചര്യത്തിൽ താരിഖ് റഹ്മാനുമായിട്ടുള്ള ഒരു സൗഹൃദം അത് ഇന്ത്യയെ സംബന്ധിച്ച് നിർണായകമാണ്. ഇപ്പോഴുള്ള ഇന്ത്യ വിരുദ്ധ നീക്കങ്ങൾക്ക് ഇതിലൂടെ ഒരു അന്ത്യം വരുത്താൻ ചിലപ്പോൾ സാധിച്ചേക്കും. സാഹചര്യം ഏതായാലും ബംഗ്ലാദേശുമായുള്ള രാഷ്ട്രീയ പശ്ചാത്തലം, സാഹചര്യമൊക്കെ അത്ര സുഖകരമല്ല. അത് മാറ്റിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യം ജയശങ്കറിനുണ്ട്. ഇന്ത്യയുടെ സഹായം വേണ്ട എന്ന് പലപ്പോഴും പറയുമ്പോഴും ഇന്ത്യയെ ആശ്രയിക്കാതെ നിലനിൽക്കാൻ പറ്റാത്ത ഒരു രാജ്യം കൂടിയാണ് ബംഗ്ലാദേശ് എന്നതും ഓർക്കണം.